നമസ്കാരം. കൽതായി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. പുരാതന സഭയുടെ പുരാവസ്തു ശേഖരം കണ്ടെടുത്തു. സഭയിലെ ഭിന്നശേഷി മക്കൾക്ക് താങ്ങും തണലുമായി കരുതൽ എന്ന പുതിയ പദ്ധതി സഭയുടെ ചാരിറ്റി വിഭാഗത്തിന് കീഴിൽ ആരംഭിക്കുന്നു. കൂട്ടായ്മയിൽ ചേരുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ജൂലൈ 2024 വരെ. പൗരസ്ത്യനാഥം ലേഖന മത്സരം സംഘടിപ്പിക്കുന്നു. അവസാന തീയതി 2024 ആഗസ്റ്റ് 31. ബാംഗ്ലൂർ സർജാപുര ഹോബ്ലിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വിശുദ്ധ മാർ തിമോത്തിയോസ് ദേവാലയത്തിൽ പ്രഥമ വിശുദ്ധ കുർബാന അർപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിക്കുന്ന ബൈക്ക് റൈഡിന്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ബഹ്റൈനിലെ മുഹറഖ് സിറ്റിക്ക് സമീപം സമഹിജിൽ പൗരസ്ത്യ സഭയുടെ എന്ന് കരുതപ്പെടുന്ന ഒരു പുരാവസ്തു ശേഖരം കണ്ടെടുത്തു. പൗരസ്ത്യ സമൂഹം അവിടെ താമസിച്ചിരുന്നതായി അറിവുണ്ടായിരുന്നെങ്കിലും ശക്തമായ തെളിവ് ലഭിച്ചത് ഇപ്പോഴാണ്. പുരാതനമായ ഒരു പള്ളിയുടെയും സെമിത്തേരിയുടെയും പുരാവസ്തു ശേഖരമാണ് കണ്ടെടുത്തിരിക്കുന്നത് എന്ന് ബഹ്റിന്റെ നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചിരിക്കുന്നു. ചർച്ച് ഓഫ് ദ ഈസ്റ്റ് അഥവാ നെസ്തോറിയൻ ചർച്ച് 7-ാം നൂറ്റാണ്ടിൽ ബഹ്റിനിൽ ഉണ്ടായിരുന്നതായി അവർ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ സഭയിലെ ഭിന്നശേഷി മക്കൾക്ക് താങ്ങും തണലുമായി അവരെ സാധാരണ ജീവിതത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും പറ്റി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തുവാനും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റുന്നതിനുമായി കാർലിയൻ ചാരിറ്റബിൾ കമ്മിറ്റിയുടെ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ആശ്വാസ് എന്ന പദ്ധതിയെപ്പോലെ കരുതൽ എന്ന പുതിയ പദ്ധതി ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി സഭയായി രൂപീകരിക്കുന്നു. കരുതലിന്റെ അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും കേന്ദ്ര ട്രസ്റ്റി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓഫീസ് നമ്പർ 0487242824 അല്ലെങ്കിൽ 8547609547. കൂട്ടായ്മയിൽ ചേരുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ജൂലൈ 2024 വരെ. പൗരസ്ത്യനാഥം മാസികയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള ലേഖന മത്സരത്തിൽ ഈ വർഷം വിഷയങ്ങളായി നൽകിയിരിക്കുന്നത് 21 വയസ്സിന് താഴെയുള്ളവർക്കായി എന്റെ ക്രൈസ്തവ ജീവിതത്തിൽ സൺഡേ സ്കൂൾ പഠനത്തിന്റെ സ്വാധീനം, 21-നും 45-നും പ്രായമുള്ളവർക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ കരുതലും ഉത്തരവാദിത്തവും, 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ക്രിസ്തു ദർശനം ദൈനംദിന ജീവിതത്തിൽ എന്നിവയാണ്. ഓരോ ഗ്രൂപ്പിലും 1-ാം സ്ഥാനത്തിന് 3000 രൂപയും 2-ാം സ്ഥാനത്തിന് 2000 രൂപയും പൗരസ്ത്യനാഥം സർട്ടിഫിക്കറ്റുമാണ് സമാനമായി ലഭിക്കുന്നത്. പങ്കെടുക്കുന്നവർ A4 സൈസ് പേപ്പറിൽ 4 പുറത്തിൽ കവിയാതെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ലേഖനങ്ങൾ എഴുതി പേരും വിലാസവും ഫോൺ നമ്പറും സഹിതം 2024 ഓഗസ്റ്റ് 31 മുൻപായി പൗരസ്ത്യനാഥം ഓഫീസിൽ ലഭിക്കുന്ന വിധം അയക്കേണ്ടതാണ്. ബാംഗ്ലൂർ സർജാപുര ഹോബ്ലിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വിശുദ്ധ മാർ തിമോത്തിയോസ് ദേവാലയത്തിൽ 2024 ജൂലൈ 21 പ്രഥമ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ധാരാളം ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബാംഗ്ലൂർ ഇടവക അംഗവും 9 വർഷക്കാലം ഇടവകയിൽ സുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ദിവ്യശ്രീ ബാബു വർഗീസ് ഷമ്മാശിനെ ഇടവകയുടെ യാത്രയയപ്പ് നൽകി. തൃശൂരിലേക്ക് താമസം മാറിയ ഷമ്മാശിനെ പാരിഷ് കൗൺസിൽ, ക്ലർജി മെമ്പേഴ്സ്, ഇടവകയിലെ ഭക്തസംഘടനകൾ, ക്വയർ, സൺഡേ സ്കൂൾ എന്നിവയുടെയും ഷമ്മാശിനു കുടുംബം താമസിച്ചിരുന്ന മാർ യോഹനാൻ മാംദാന യൂണിറ്റ് അംഗങ്ങളുടെയും അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള ആദരവ് അർപ്പിച്ചു. പറവട്ടാനി മാർ അദായ് സ്ലീഹ പള്ളി വികാരി റവറൻ റൂണോ വർഗീസ് കശിശയുടെ 44-ാം ജന്മദിനവും 24-ാം പട്ടത്ത് വാർഷികവും പറവട്ടാനി മാർ അദായ് സ്ലീഹ പള്ളിയിൽ പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജൂലൈ 23 ആഘോഷിച്ചു. സഭയിലെ സീനിയർ മോസ്റ്റ് വൈദികൻ ബഹുമാനപ്പെട്ട പൂലോൻ വർഗീസ് കശിശയുടെയും ആനിയുടെയും 2ാമത്തെ മകനായി 1981 ജനിച്ച ഫാദർ റൂണോ 1999 ഹിപ്പതിയക്കന പട്ടവും 2000 ചമ്മാശ പട്ടവും 2008 കശിശ പട്ടവും സ്വീകരിച്ചു. തൃശൂർ വലിയ പള്ളി, തിരൂർ, നെലങ്ങര, ചിയാരം ഇടവകകളിൽ സഹവികാരിയായും തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ട ഗോവ മിഷൻ പാരിഷ്, പൂച്ചട്ടി ഹൈദരാബാദ് മിഷൻ പാരിഷ്, നടത്തറ എന്നീ ഇടവകയിൽ വികാരിയായും ക്ലർജി കൗൺസിൽ സെക്രട്ടറി, സഭയുടെ PRO എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഇടവക സഹവികാരി ബഹുമാനപ്പെട്ട തിമോത്തിയോസ് ജോയ് കശീശ, കൈക്കാരന്മാർ പോൾ പറപ്പൂക്കര, ടോണി പാണഞ്ചേരി, മറ്റു പാരിഷ് കൗൺസിൽ അംഗങ്ങളും മഹിളാ സമാജം, വിമൻ യൂത്ത് അസോസിയേഷൻ സംഘടനാ ഭാരവാഹികളും പ്രാർത്ഥനാശംസകൾ അർപ്പിച്ചു. നടത്തറ മാർ നാർസൈ പള്ളി യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആസോലെ ദംഷിഹ അഥവാ ക്രിസ്തുവിന്റെ സഞ്ചാരികൾ
ലെറ്റ്സ് ഗോ ടുഗദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ആശയത്തിൽ ഭാരതത്തിന്റെ 77ാം സ്വാതന്ത്ര്യദിനത്തിൽ ബൈക്ക് റൈഡ് സംഘടിപ്പിക്കുന്നു. തൃശൂർ അതിരപ്പള്ളി കാനനപാതയിലൂടെയാണ് റൈഡ്. പങ്കെടുക്കുന്നവർ 2024 ഓഗസ്റ്റ് 5 മുന്നേ രജിസ്റ്റർ ചെയ്യണമെന്ന് സെക്രട്ടറി അറിയിച്ചു. 2024 ജൂലൈ 21 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബൈക്ക് റൈഡിന്റെ പോസ്റ്റർ ലോഞ്ച് ഇടവക വികാരി ഫാദർ ബിഒ തിമത്തിയും സഹവികാരി ടിനോ ജോസ് കശിശയും നിർവഹിച്ചു. മൊർണാർസെ പള്ളി നടത്തറ വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 6 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബൈബിൾ ക്വിസ് സംഘടിപ്പിക്കുന്നു. ഒരു ടീമിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ 2 പേർക്ക് പങ്കെടുക്കാം. വിഷയം മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അപ്പോസ്തല പ്രവൃത്തികൾ. 15 വയസ്സ് മുതൽ 45 വയസ്സുവരെ പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾക്ക് 2000, 1500, 1000 എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 2024 ഓഗസ്റ്റ് 25 6 മണിക്ക് മുന്നേ 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകി ടീം രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുരാതന സഭയുടെ പുരാവസ്തു ശേഖരം കണ്ടെടുത്തു. സഭയിലെ ഭിന്നശേഷി മക്കൾക്ക് താങ്ങും തണലുമായി കരുതൽ എന്ന പുതിയ പദ്ധതി സഭയുടെ ചാരിറ്റി വിഭാഗത്തിന് കീഴിൽ ആരംഭിക്കുന്നു. കൂട്ടായ്മയിൽ ചേരുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ജൂലൈ 2024 വരെ. പൗരസ്ത്യനാഥൻ ലേഖന മത്സരം സംഘടിപ്പിക്കുന്നു. അവസാന തീയതി 2024 ആഗസ്റ്റ് 31. ബാംഗ്ലൂർ സർജാപുര ഹോബ്ലിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വിശുദ്ധ മാർ തിമോത്തിയോസ് ദേവാലയത്തിൽ പ്രഥമ വിശുദ്ധ കുർബാന അർപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ സംഘടിപ്പിക്കുന്ന ബൈക്ക് റൈഡിന്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.